ഹായ് ഹലോ, എല്ലാവർക്കും റെഡി പ്രിൻസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിലെ എല്ലാ വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സ്കിൻ കെയറോ ഹെയർ കെയറോ ടിപ്സോ അങ്ങനെ ഒന്നുമല്ല. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എല്ലാവരും പ്രഗ്നൻ്റ് ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മളോട് എല്ലാവരും ചോദിക്കുമല്ലേ, ഏത് വാവയാണ് ഇഷ്ടം, ഗേൾ ബേബി ആണോ ഇഷ്ടം, ബോയ് ബേബി ആണോ ഇഷ്ടം എന്നൊക്കെ എല്ലാവരും ചോദിക്കും. അപ്പോൾ നമ്മൾ മിക്കവരും ആൻസർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ബോയ് ആയാലും കുഴപ്പമില്ല, ഗേൾ ആയാലും കുഴപ്പമില്ല, നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ബേബിയെ കിട്ടിയാൽ മതി എന്നായിരിക്കും എല്ലാവരും അതിനൊരു ആൻസറായിട്ട് കൊടുക്കുക. എന്നാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആസ് എ മദർ നമ്മുടെ എല്ലാവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊരു ആഗ്രഹം കാണും, അല്ലെങ്കിൽ എനിക്കൊരു മോളായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എനിക്കൊരു മോനായിരുന്നെങ്കിൽ എന്നുള്ളൊരു ആഗ്രഹം നമ്മുടെ എല്ലാവരുടെ ഉള്ളിൻ്റെ ഉള്ളിലും കാണും. എന്നാലും നമ്മൾ പുറത്ത് പറയില്ല അല്ലേ. അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എനിക്കും മനസ്സിനകത്ത് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ മിക്കവരോടും ഞാൻ പറയാറ് ആരായാലും കുഴപ്പമില്ല, ഓക്കെ ആണെന്നാണ്. പക്ഷേ എന്നാലും ഞാൻ ചിലരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മോളെ ആയിരുന്നു പേഴ്സണൽ ഫേവറേറ്റ്, എനിക്ക് മോളെ ആയിരുന്നു ഇഷ്ടം, എനിക്കൊരു മോളെ കിട്ടിയാൽ മതി, എനിക്ക് മോളെ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്തായാലും നമുക്ക് ആരോഗ്യമുള്ളൊരു ഭാവി കിട്ടണമെന്നായിരിക്കും എല്ലാവരുടെയും ആഗ്രഹം. എനിക്കും അങ്ങനെ ഒരു നല്ലൊരു വേറെ കുഴപ്പമൊന്നും ഉണ്ടാവാതെ, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതെ നല്ലൊരു ഭാവി കിട്ടണം എന്നുണ്ടായിരുന്നു. എന്നാലും എൻ്റെ ഉള്ളിനുള്ളിൽ എനിക്കൊരു മോളായിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും എൻ്റെ കുഞ്ഞിന്, എൻ്റെ മോൾക്ക് നല്ലത് മാത്രമായിരുന്നു തന്നെ, അങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പോലും. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഉറപ്പായിരുന്നു എനിക്ക് മോളാണ് എന്ന്. ഞാൻ എന്നെ തന്നെ പറഞ്ഞ് വിശ്വസിച്ചു, ഓക്കെ എനിക്ക് മോളാണ്. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നതൊക്കെ അങ്ങനെയായിരുന്നു മോൾക്ക് വേണ്ടിയിട്ട്. പക്ഷേ എൻ്റെ വയറ് കണ്ടിട്ടും അങ്ങനെ ഇങ്ങനെ മിക്കവരും കൂടുതൽ ആൾക്കാരും എനിക്കൊരു മോനായിരിക്കും എന്നാണ് പറഞ്ഞത്, ആൺകുട്ടിയാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവസാനത്തെ മാസമൊക്കെ ആയപ്പോൾ ഞാൻ ഓക്കെ ഇനി അത് മോനാണെന്ന് ഇനി ഞാൻ വിശ്വസിച്ചു. അപ്പോൾ എല്ലാവരും പറയല്ലേ മോനായിരിക്കും, അങ്ങനെ ഞാൻ സ്വയം മനസ്സിന് പറഞ്ഞ് പഠിപ്പിച്ചു, ഓക്കെ വരാൻ മോനാണ്. ഞാൻ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ശരി നമുക്ക് മോനാണ് വരാൻ വേണ്ടി പോണത് എന്നാണ് എല്ലാവരും പറയണത്, അതുകൊണ്ട് മോനായിരിക്കും എന്ന് ഞാൻ ഏട്ടൻ്റെ അടുത്തും പറഞ്ഞു. പക്ഷേ എല്ലാം മാറ്റി മറിച്ചുകൊണ്ട് നമുക്ക് മോളാണ് കിട്ടിയത്. എൻ്റെ ആഗ്രഹം പോലെ, ഞങ്ങളുടെ പ്രാർത്ഥന പോലെ ഞങ്ങൾക്ക് മോളെയാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് നോക്കി. അതായത് എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു, മോളാണോ മോനാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതെല്ലാവർക്കും കാണും, എല്ലാ അമ്മമാർക്കും കാണും ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, ഉള്ളിലുള്ളത് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. നമ്മളിതുവരെ കണ്ടിട്ടില്ല, നമ്മൾ കാണാൻ പോകണല്ലേ ഉള്ളൂ. എങ്കിലും ഇപ്പോൾ ഇത്രയും നമ്മൾ കാത്തിരുന്ന് അങ്ങനെ നമുക്ക് കാണാൻ വേണ്ടി പോകുമല്ലേ. അപ്പോൾ അത് നേരത്തെ അറിയാനായിട്ട് എല്ലാവർക്കും ആഗ്രഹം കാണും. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് സെക്സ് ഡിറ്റർമിനേഷൻ പാടില്ല, നമുക്ക് ബേബിയുടെ സെക്സ് നമുക്ക് വെളിപ്പെടുത്താനായിട്ട് പാടില്ല. അപ്പോൾ അത് ഇവിടെ ശിക്ഷാർഹമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പുറത്തൊക്കെ ആണെങ്കിൽ അതൊക്കെ നമുക്ക് 5 മാസത്തെ സ്കാനിങ്ങിൽ തന്നെ ഗേൾ ബേബി ആണോ ബോയ് ബേബി ആണോ എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ നമ്മൾ ഡോക്ടറോട് ചോദിക്കാൻ അങ്ങനെയൊന്നും പാടില്ല. അപ്പോൾ ആ സമയത്ത് നമ്മളിങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഒരുപാട് വീഡിയോസ് ഉണ്ടല്ലോ യൂട്യൂബിൽ, എന്താണ് നിങ്ങൾക്ക് ഗേൾ ബേബി ആണോ ബോയ് ബേബി ആണോ നമുക്ക് വീട് തന്നെ ചെയ്ത് നോക്കാം അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്. തന്നെയും അല്ലാതെയൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എനിക്ക് മോളാണല്ലോ. അപ്പോൾ നമ്മൾ കേട്ട ആ ഫാക്റ്റൊക്കെ ശരിയാണോ, എൻ്റെ കാര്യത്തിൽ എത്രമാത്രം വർക്കൗട്ടായി എന്നൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ നോട്ട്ബുക്കിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ടാണ് തിരിഞ്ഞ് കാണുന്നത്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ചെയ്ത കാര്യങ്ങൾ ഇവിടെ എസ് നോ അങ്ങനെ 2 കോളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ ഇതിപ്പോൾ എല്ലാം ഗേൾ ബേബിയുടെ കാര്യമാണ് എഴുതിയിട്ടുള്ളത്. നമുക്ക് ഫാക്റ്റിൽ ഗേൾ ബേബിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു 17 കാര്യമുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എസ് ആണോ നോ ആണോ നമുക്ക് എൻ്റെ കാര്യത്തിൽ കറക്റ്റ് ആയതെന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് എത്രമാത്രം ശരിയായി എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. മെജോറിറ്റി എങ്ങനെയാണ് എസ് ആണോ നോ ആണോ വരുന്നത് നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഹാർട്ട് ബീറ്റ് 140 കൂടുതലാണെന്നുണ്ടെങ്കിൽ പെൺകുട്ടി ആയിരിക്കും. നമ്മൾ സ്കാൻ റിപ്പോർട്ടിൽ അവരുടെ ഹാർട്ട് ബീറ്റ് കാണുമല്ലോ, അത് 140 കൂടുതലാണെങ്കിൽ പെൺകുട്ടി ആയിരിക്കുന്നു, 140 കുറവാണെന്നുണ്ടെങ്കിൽ ആൺകുട്ടി ആയിരിക്കും എന്നാണ് പറയാറ്. അപ്പോൾ ഞാൻ സ്കാൻ റിപ്പോർട്ട് നോക്കിയപ്പോൾ എനിക്ക് എപ്പോഴും 140 കൂടുതലായിരുന്നു. മിക്കപ്പോഴും എനിക്ക് 159 160 അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അത് എൻ്റെ കാര്യത്തിൽ ശരിയാണേ. അപ്പോൾ ഞാൻ ഇവിടെ എസിൻ്റെ അവിടെ ടിക്ക് കൊടുക്കുകയാണ്. ഇനി അടുത്തത് ഷേപ്പ് ഓഫ് ടമ്മി, നമ്മുടെ വയറിൻ്റെ ഷേപ്പ് വെച്ചിട്ട്
അതായത് ഉരുണ്ട വയറാണെന്നുണ്ടെങ്കിൽ പെൺകുട്ടിയാണെന്നും കൂർത്ത വയറാണെന്നുണ്ടെങ്കിൽ ആൺകുട്ടിയാണെന്നും പറയും. എൻ്റെ നല്ല ഉരുണ്ട വയറായിരുന്നു, നല്ല റൗണ്ട് വയറായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ഒരുപാട് പേര് പറഞ്ഞു. പിന്നെ എൻ്റെ അടുത്ത് കൂടുതൽ പേര് എനിക്ക് ട്വിൻസ് ആണോ എന്നാണ് ചോദിച്ചത്. അത് വലിയ വയറായിരുന്നു, എന്നെക്കാളും വലിയൊരു വയറായിരുന്നു എനിക്ക്. ആ സമയത്ത് ഞാൻ കോളേജിലൊക്കെ പോയിക്കൊണ്ടിരുന്നു. ഞാൻ വയറിന് തങ്ങി പിടിച്ച് കോളേജിലൊക്കെ പോകുമായിരുന്നു ഇടയ്ക്കിടയ്ക്കൊക്കെ. അപ്പം എൻ്റെ വയറ് റൗണ്ട് വയറായിരുന്നു കേട്ടോ. അപ്പോൾ അതും എൻ്റെ കാര്യത്തിൽ കറക്റ്റാണ്. ഇനി അടുത്ത് മേൽ വയറ് കൂടുതലാണെന്നുണ്ടെങ്കിൽ പെൺകുട്ടിയാണെന്ന് പറയും. അതായത് നമ്മുടെ ബെല്ലി ബട്ടണിന് മുകളിലോട്ടുള്ള വയറ്, പൊക്കിളിന് മുകളിലോട്ടുള്ള വയറ് വലിയ വയറ് കൂടുതലും താഴോട്ടുള്ളത് ചെറുതുമാണെന്നുണ്ടെങ്കിൽ ഗേൾ ബേബി ആണെന്നാണ് പറയുന്നത്. പക്ഷെ എൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ലായിരുന്നു. എനിക്ക് നല്ല റൗണ്ട് വയറായിരുന്നത് കൊണ്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എനിക്ക് താഴത്തെ വയറാണ് കൂടുതലെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് എൻ്റെ കാര്യത്തിൽ തെറ്റായിരുന്നു കേട്ടോ. ഞാനപ്പോൾ അവിടെ നോയുടെ അവിടെ കൊടുക്കുകയാണേ. അടുത്തത് ഓവർ വൊമിറ്റിംഗ് ആയിരിക്കുമെന്ന്. അതായത് പെൺകുട്ടികൾ പ്രഗ്നൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഛർദ്ദിലായിരിക്കും എന്ന് പറയാറുണ്ട്. പക്ഷേ എൻ്റെ കാര്യത്തിൽ എനിക്കങ്ങനെ ത്രൂ ഔട്ടായിട്ട് ഛർദ്ദിൽ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. എനിക്ക് യാത്ര ചെയ്യുമ്പോൾ പുറത്തോട്ട് യാത്ര ചെയ്യുമ്പോഴും പിന്നെ രാവിലെ അങ്ങനെയൊക്കെ ചെറിയ എന്തെങ്കിലും സ്മെല്ലടിക്കുമ്പോൾ അങ്ങനത്തെ ഉള്ള പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഓവർ വോമിറ്റിംഗ് എൻ്റെ കാര്യത്തിൽ തെറ്റാണ് കേട്ടോ. ഞാൻ നോയുടെ അവിടെ കൊടുത്തിട്ടുണ്ട്. എനിക്കങ്ങനെ വലിയതായിട്ടുള്ള ഛർദ്ദിലൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ലോങ് ആയിട്ട് കുറച്ച് യാത്ര ചെയ്യുകയാണെങ്കിലൊക്കെ എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. അടുത്തത് മോർണിംഗ് സിക്നസ്. നമുക്ക് രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര ക്ഷീണവും തളർച്ചയും, എണീക്കാൻ വയ്യായിക അങ്ങനെയൊക്കെ. അതെൻ്റെ കാര്യത്തിൽ ഭയങ്കര ശരിയായിരുന്നു. എനിക്ക് രാവിലെ എണീക്കാനേ വയ്യായിരുന്നു. വെയിൽ കൊള്ളാനൊക്കെ ഇവിടെ അമ്മയും ചേച്ചിയൊക്കെ പറയും. പക്ഷേ എനിക്ക് രാവിലെ എണീക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇടയ്ക്കും മുറയ്ക്കൊക്കെ ഞാൻ പറ്റുമ്പോഴൊക്കെ വെയിൽ കൊള്ളുമായിരുന്നു. പക്ഷേ എനിക്ക് രാവിലെ എണീക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കോളേജിൽ പോകാനും ഭയങ്കര മടിയായിരുന്നു. അതുകൊണ്ട് രാവിലെ എണീറ്റ് പോകാൻ ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ മോർണിംഗ് സിക്നസ് എൻ്റെ കാര്യത്തിൽ ശരിയാണ്. നമുക്കവിടെ എസ് കൊടുക്കാം. ഇനി അടുത്തത് വന്നിട്ട് സ്വീറ്റ്സ് ഇഷ്ടം. അതെൻ്റെ കാര്യത്തിൽ ശരിയാണ് കേട്ടോ. എനിക്ക് സ്വീറ്റ്സ് ആയിരുന്നു കൂടുതലിഷ്ടം. അത് നമുക്ക് എസ് കൊടുക്കാം. അതിന് മുന്നേയൊക്കെ എനിക്ക് അച്ചാറ്, തൈര് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു. പക്ഷേ പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഞാൻ അച്ചാറ് പാടെ വെറുത്തു. എനിക്ക് അച്ചാർ എന്ന് പറഞ്ഞ സാധനമേ വേണ്ട. എരിവിനോടൊന്നും വലിയ താല്പര്യമില്ല. മധുരം ഭയങ്കര ഇഷ്ടമായിരുന്നു. അടുത്ത 7ാമത്തെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഭംഗി വയ്ക്കുമെന്ന്. അതായത് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ലേഡിക്ക് ഭംഗി വയ്ക്കുമെന്ന് പറയും. എൻ്റെ കാര്യത്തിൽ ഏറെക്കുറെ ശരിയാണ്. എനിക്കങ്ങനെ വേറെ മുഖത്ത് വേറെ പാടുകളോ അങ്ങനെ കറുപ്പോ ചിലർക്ക് പറയും. സാധാരണ പറയുന്നതെന്നല്ല, പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഭംഗി വയ്ക്കും, ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അമ്മയുടെ ഭംഗിക്ക് പോകും. അതായത് അമ്മയുടെ മൂക്കൊക്കെ വീർക്കും, കഴുത്തിന് ചുറ്റും കറുപ്പ് വരും, അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. കഴുത്തിന് കറുപ്പോ മൂക്ക് വീർക്കുക അങ്ങനത്തെ ഒരു പ്രശ്നമില്ലായിരുന്നു. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് ഞാൻ ടിക്കറ്റാണേ. അടുത്ത് മുടി കൊഴിയുമെന്ന്. എനിക്ക് സാധാരണ എനിക്ക് നല്ല മുടി കൊഴിച്ചിലുണ്ടായിരുന്ന ആളായിരുന്നു. പക്ഷേ എനിക്ക് പ്രഗ്നൻസി സമയത്ത് എനിക്ക് മുടി കൊഴിഞ്ഞിട്ടേ ഇല്ല. എന്നുവെച്ചാൽ ഒരുപാട് അങ്ങനെ മുടി കൊഴിഞ്ഞ് പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. സാധാരണ രീതിയിലുള്ള മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് നന്നായിട്ട് മുടി വളർന്ന സമയമായിരുന്നു പ്രഗ്നൻസി. അപ്പോൾ അത് എൻ്റെ കാര്യത്തിൽ തെറ്റാണ്. ഞാൻ നോയുടെ അവിടെ ടിക്ക് കൊടുത്തിട്ടുണ്ട്. എനിക്ക് പ്രഗ്നൻസി സമയത്ത് മുടി വളരെയാണ് ചെയ്തത്. അടുത്ത അനക്കം കൂടുതലായിരിക്കുന്നു. ഗേൾ ബേബി ആണെങ്കിൽ അനക്കം കൂടുതലായിരിക്കും എന്ന് പറയുന്നുണ്ട്. എനിക്ക് നല്ല അനക്കം ഉണ്ടായിരുന്നു. എനിക്ക് പിന്നെ ബോയ് ബേബി ആണെങ്കിൽ അനക്കം എത്രത്തോളം ഉണ്ട് എന്നുള്ള കമ്പാരിസൺ എനിക്ക് അറിയാത്തത് കൊണ്ട് ഞാനത് ടിക്ക് കൊടുക്കുകയാണേ. എനിക്ക് നല്ല അനക്കം ഉണ്ടായിരുന്നു. പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ചടങ്ങ്. രാത്രി ഞാൻ കിടക്കാൻ നേരത്ത് ഹിന്ദിയിലെ നല്ല ഗുംദും പാട്ടുകളൊക്കെ വയ്ക്കുമായിരുന്നു. റീമിക്സുകളൊക്കെ വെച്ച് കിടക്കുമ്പോൾ ഭയങ്കര അനക്കവും ഡാൻസും ഒക്കെ ആയിരുന്നു ആ വൈറ്റിനകത്ത് കിടന്നിട്ട്. അപ്പോൾ അല്ലാതെയും അനങ്ങുമായിരുന്നു കേട്ടോ. നല്ല അനക്കമൊക്കെ ഉണ്ടായിരുന്നു, നല്ല ചവിട്ടും കുത്തുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അനക്കം കൂടുതലായിരുന്നു. അത് ശരിയാണ് കേട്ടോ എൻ്റെ കാര്യത്തിൽ. അടുത്ത ചൈനീസ് കലണ്ടർ. ചൈനീസ് കലണ്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കിട്ടും. ചൈനീസ് കലണ്ടർ എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മുടെ ഡേറ്റും നമ്മുടെ വയസ്സും, നമ്മൾ കൺസീവ് ആയപ്പോൾ ഉള്ള വയസ്സും, പിന്നെ നമ്മുടെ LMP ഡേറ്റും ലാസ്റ്റ് പീരീഡ്സിൻ്റെ ഡേറ്റും കൊടുക്കുമ്പോൾ അവർ നമുക്കിങ്ങനെ അതിൽ നോക്കുമ്പോൾ മനസ്സിലാവും ഗേൾ ബേബി ആണോ ബോയ് ബേബി ആണോ. അത് ഒരു 90% എല്ലാവർക്കും ശരിയായിരുന്നു. അത് കറക്റ്റാണെന്നാണ് എല്ലാവരും പറയണേ. അപ്പോൾ എൻ്റെ കാര്യത്തിൽ അത് ശരിയായിരുന്നു. ഞാനും അത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഗേൾ ബേബി എന്നാണ് അതിൽ വന്നത്. അപ്പോൾ ഞാൻ അത് ടിക്ക് കൊടുക്കുകയാണേ. അടുത്തതെന്ന് പറഞ്ഞാൽ യൂറിൻ്റെ കളർ വെച്ച് നോക്കിയിട്ട്, അതായത് യൂറിൻ നല്ല ഡാർക്ക് കളറിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ബോയ് ബേബി ആണെന്നും, നോർമലായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഗേൾ ബേബി ആണെന്നും. എനിക്ക് നോർമലായിരുന്നു, വേറെ കളർ വ്യത്യാസങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അത് ശരി കൊടുക്കുകയാണേ. അടുത്തത് നെഞ്ചരിച്ചിലും പിന്നെ മസിൽ പിടുത്തമുണ്ടല്ലോ, ഉരുണ്ട് കയറിയിരിക്കൽ, അങ്ങനത്തെ പരിപാടി അതുണ്ടാവുന്നു. ഗേൾ ബേബി ആണെങ്കിൽ അതുണ്ടാവും എന്നാണ് പറയുന്നത്. എൻ്റെ കാര്യത്തിൽ അയ്യോ അത് ഭയങ്കര ശരിയായിരുന്നു. എനിക്ക് രാത്രി കിടക്കുമ്പോഴത്തേക്കും കാലിൽ മസിൽ പിടിക്കും. ഞാൻ ചേട്ടനെ വിളിക്കും, ചേട്ടൻ എനിക്കും ഇങ്ങനെ തിരുമ്മി വിടും. അങ്ങനെയൊക്കെ ഭയങ്കര മസിൽ കയറൽ ഭയങ്കര പ്രശ്നമായിരുന്നു. പിന്നെ നെഞ്ചരിച്ചിലും അതുപോലെയാണ്. എരിവെള്ളം എന്തെങ്കിലും കഴിച്ചാൽ ഞാൻ ഒരു
നെഞ്ചിൽ ഒരു അസിഡിറ്റി പോലെ ഫീൽ ചെയ്യുമായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ശരിയാണ്. അടുത്ത് ലീനിയർ നൈഗ്ര എന്ന് പറഞ്ഞിട്ട് ഒരു ലൈനുണ്ട്. അതായത് നമ്മുടെ പൊക്കിളിന് നമ്മൾ ഇങ്ങനെ വയറ് നല്ല വീർത്ത് വരുന്ന സമയത്ത് നമ്മുടെ പൊക്കിളിന് താഴെയായിട്ട് ഇങ്ങനെ ഒരു വര പോലെ വരും. അത് നമ്മുടെ പൊക്കിളിൻ്റെ അതുവരെ വരുന്നുണ്ടെങ്കിൽ ഗേൾ ബേബി എന്നും, അല്ല അത് മുകളിലോട്ട് കയറി വരികയാണെന്നുണ്ടെങ്കിൽ ബോയ് ബേബി എന്നാണ് പറയണത്. എനിക്ക് പക്ഷേ ബെല്ലി ബട്ടൺ വരെ വന്നുള്ളൂ, അതുകൊണ്ട് തന്നെ എനിക്ക് ഗേൾ ബേബി ആയിരുന്നു കേട്ടോ. ടിക്ക് കൊടുക്കുകയാണേ. ഇനി അടുത്തത് എന്ന് പറഞ്ഞാൽ ഗേൾ ബേബി ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര വിഷമമായിരിക്കുന്നു, ബോയ് ബേബി ആണെന്നുണ്ടെങ്കിൽ നല്ല ആക്റ്റീവായിരിക്കുന്നു കേട്ടുണ്ട്, ഭയങ്കര സന്തോഷമായിരിക്കുന്നു. എനിക്കങ്ങനെ വിഷമമായിട്ട് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ എനിക്ക് ഭയങ്കര മടിയായിരുന്നു, അതായിരുന്നു സത്യം. വിഷമം അങ്ങനെ മനസ്സിനകത്ത് വിഷമം അങ്ങനെയൊന്നുമില്ല, അങ്ങനെ വലിയ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു കാരണമില്ലെന്നുള്ള വിഷമം അങ്ങനെയൊന്നുമില്ല. മടിയായിരുന്നു സംഭവം, ഭയങ്കര ലേസിനെസ്, അവർ ആക്റ്റീവ് അല്ലാതിരുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ വിഷമം അങ്ങനെയില്ല കേട്ടോ. ഞാനിവിടെ നോ കൊടുക്കുകയാണേ. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഏജും ഇയർ ഓഫ് കൺസെപ്ഷനും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. എൻ്റെ ഏജ്, അതായത് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എനിക്ക് 23 ആണേ എൻ്റെ വയസ്സ്. അപ്പോൾ ഈ 2ഉം 3ഉം കൂടെ നമ്മൾ ആഡ് ചെയ്തു, അപ്പോൾ നമുക്ക് 5 കിട്ടി. ഇനി അടുത്ത് ഞാൻ കൺസീവായ വർഷം, അത് 2019. അപ്പോൾ ഇതിലെ ഓരോ നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്യാം. 2 + 1 3, 9 + 1 10, 10 + 2 12. ഇനി 2 + 1 3. കണ്ടോ, ഓരോ നമ്പർ നമ്മൾ ആഡ് ചെയ്തു. ഇത് ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്തു, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തു, ഇതും കൂടെ ആഡ് ചെയ്തു, ഇങ്ങനെ. അപ്പോൾ എനിക്ക് എൻ്റെ ഏജ് ആഡ് ചെയ്തപ്പോൾ 5ഉം ഇയർ ആഡ് ചെയ്തപ്പോൾ 3ഉം ആണ് കിട്ടിയത്. അപ്പോൾ രണ്ടും എന്താണ്, ഓഡ് നമ്പേഴ്സാണ് അല്ലേ. അപ്പോൾ ഇതുപോലെ രണ്ടും ഓഡ് നമ്പേഴ്സ് വരികയോ അല്ലെങ്കിൽ രണ്ടും ഈവൻ നമ്പേഴ്സ് വരികയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗേൾ ബേബി ആയിരിക്കുമെന്നും, ഒന്ന് ഓഡും ഒന്ന് ഈവനും ആണെന്നുണ്ടെങ്കിൽ ഡിഫറൻസ് വരാണെന്നുണ്ടെങ്കിൽ അത് ബോയ് ബേബി ആവണമെന്നാണ് പറയുന്നത്. കണ്ടോ, എനിക്കിപ്പോൾ 2 ഓഡ് നമ്പറാണ് വന്നിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ എൻ്റെ കാര്യത്തിൽ അത് ശരിയായിരുന്നു. അപ്പോൾ ഞാനിനി ചെയ്ത് നോക്കിയ അടുത്ത 2 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ഭംഗിയായിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന് നമ്മൾ വെഡ്ഡിങ് റിംഗ് ടെസ്റ്റ് എന്ന് പറയും. അത് ഫോറിനേഴ്സിൻ്റെ ഇടയിലൊക്കെ കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മൾ വെഡ്ഡിങ് റിംഗ് എടുത്തിട്ട്, ഇപ്പോൾ വെഡ്ഡിങ് റിംഗ് ആണേ, അപ്പോൾ ഇതെടുത്തിട്ട് ഇവിടെ ഇങ്ങനെ നൂല് കെട്ടി ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മുടെ വയറിൻ്റെ മുകളിലോട്ട് പിടിക്കും. ഇങ്ങനെ വയറിൻ്റെ മുകളിലോട്ട് ഈ മോതിരം ഇങ്ങനെ തൂക്കിയിടും, നൂലിൽ ഇങ്ങനെ കൈ കൊണ്ട് പിടിച്ചേക്കും. പിടിക്കുന്ന സമയത്ത് ഈ റിങ് ഇങ്ങനെ റൗണ്ടിലാണ് ആടുന്നതെന്നുണ്ടെങ്കിൽ മോളെന്നും, ഇങ്ങനെ ലീനിയറായിട്ട് ഇങ്ങനെയാണ് ആടുന്നത്, ഇങ്ങനെ നേരെ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും അങ്ങനെയാണ് ആടുന്നതെന്നുണ്ടെങ്കിൽ മോനും എന്നാണ് പറയുക. അപ്പോൾ ഞാനങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് റൗണ്ടായിട്ടാണ് ആടിയത്. അപ്പോൾ തന്നെ എൻ്റെ കാര്യത്തിലത് ശരിയായിരുന്നു. അടുത്ത് കോക്കനട്ട് ടെസ്റ്റ്, അത് ഭയങ്കര ഫണ്ണിയായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇത് ഞാൻ ഏതോ ഒരു യൂട്യൂബ് ചാനലിൽ കണ്ടതാണ്. അതായത് നമ്മൾ തേങ്ങ ഉടയ്ക്കാൻ നേരത്ത് നമ്മൾ തേങ്ങ പൊതിച്ചിട്ട് നമ്മൾ കറിക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ഇങ്ങനെ ഉടയ്ക്കൂലേ. അപ്പോൾ ആ ഉടയ്ക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ മോളാണോ മോനാണോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഉടയ്ക്കുന്ന സമയത്ത് അതിൻ്റെ കണ്ണുള്ള ഭാഗമുണ്ടല്ലോ, അതാണ് വലുതായിട്ട് പൊട്ടുന്നതെന്നുണ്ടെങ്കിൽ മോളെന്നും, ബാക്ക് വശമാണ് വലുതായിട്ട് പൊട്ടുന്നതെന്നുണ്ടെങ്കിൽ മോനെന്നും കേട്ടിട്ടുണ്ട്. ഇനി രണ്ടും ഒരുപോലെ പൊട്ടി എങ്ങനെയാണെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഞാൻ അവിടെ കണ്ടിട്ട് ഞാൻ ചെയ്ത് നോക്കിയതാണ്. ഞാൻ അങ്ങനെ ഒരു ദിവസം ചേട്ടനെ കൊണ്ട് തേങ്ങ പൊട്ടിക്കാൻ നേരത്ത് പൊട്ടിച്ച് നോക്കി. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ വെച്ചിട്ട്, അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു ദൈവം മോളാണോ മോനാണോ എന്ന് പറയണമെന്ന്. അപ്പോൾ ചേട്ടൻ പൊട്ടിച്ചപ്പോൾ നമ്മുടെ 3 കണ്ണ് വരുന്ന ഭാഗമില്ലേ, അതായിരുന്നു വലിയ പീസായിട്ട് പൊട്ടി വന്നത്. അപ്പോൾ തന്നെ അത് മോള്. അപ്പോൾ അത് എൻ്റെ കാര്യത്തിൽ അത് കറക്റ്റായിരുന്നു. അപ്പോൾ നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എത്ര എണ്ണം ശരിയായി, എൻ്റെ കാര്യത്തിൽ ഗേൾ ബേബി ആവാനുള്ള ചാൻസ് കൂടുതലാണ്, ഇത് എത്ര എണ്ണം ഉണ്ട്, തെറ്റിപ്പോയി എത്ര എണ്ണം ഉണ്ട് നമുക്ക് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 13 എണ്ണം ശരിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. 13 എണ്ണം ശരിയായിട്ട് വന്നിട്ടുണ്ട്. തെറ്റിപ്പോയത് 1 2 3 4 എണ്ണം തെറ്റിപ്പോയിട്ടുണ്ട്. അപ്പോൾ 13 എണ്ണം ശരിയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഗേൾ ബേബി ആയിരുന്നു. ഇതിൽ പറഞ്ഞ മിക്കതും എനിക്ക് ഓക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ എനിക്ക് ഗേൾ ബേബി ആയിരുന്നു. പിന്നെ ഇത് നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ നമുക്ക് ഏത് വാവ കിട്ടിയാലും നമുക്ക് ഓക്കെയാണ്. നമുക്ക് എത്രയോ പേര് കുഞ്ഞുങ്ങളില്ലാതൊക്കെ ഇരിക്കുന്നല്ലേ. നമ്മൾ അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. എങ്കിലും നമ്മുടെ ഉള്ളിനുള്ളിൽ എന്തെങ്കിലും ഒരു പേഴ്സണൽ ഫേവറേറ്റ് ഉണ്ടെങ്കിൽ ഉള്ള കാര്യമാണ് പറഞ്ഞത് കേട്ടോ. എൻ്റെ മനസ്സിനകത്ത് എനിക്കൊരു മോള് വേണമെന്ന് ഭയങ്കര ആഗ്രഹം. അതിപ്പോൾ ഒരുക്കിക്കൊണ്ട് നടക്കാനോ അങ്ങനെയൊന്നുമല്ല, അതും ഇഷ്ടമാണ്, ഒരുക്കിക്കൊണ്ട് നടക്കാനൊക്കെ ഇഷ്ടമാണ്. അത് മാത്രമല്ല എനിക്ക് എന്താ പെൺകുട്ടികളോട് ഒരു പ്രത്യേക അടുപ്പം അങ്ങനെ വെച്ചിട്ട് ആണ് എനിക്ക് അങ്ങനെ ആഗ്രഹം വന്നത്.
അപ്പോൾ ഇങ്ങനെയായിരുന്നു എൻ്റെ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ. നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് കേൾക്കണേ. അത് മാത്രമല്ല, ഇപ്പോൾ ആരെങ്കിലും കൺസീവ് ആയിട്ടിരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടില്ല, അതൊന്നും ചെയ്യണോട് തെറ്റൊന്നുമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറയുക നിങ്ങൾക്ക് എത്രത്തോളം ശരിയായി, എത്രത്തോളം തെറ്റായി, ഇതൊക്കെ നിങ്ങളുടെ കാര്യത്തിൽ ഓക്കെ ആയിരുന്നോ എന്നുള്ള കാര്യം വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബിനടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം. വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് മറക്കണ്ട, നമ്മുടെ ഗിവേയുടെ കാര്യം മറക്കണ്ട. ലോക്ക്ഡൗൺ മാറിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഗിവ് വിന്നറിനെ തിരഞ്ഞെടുക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.